2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDF, UDF മുന്നണികൾ സ്ത്രീകൾക്ക് 33% സംവരണം നൽകാത്തതിനെ തുടർന്ന് സ്ത്രീകൾ മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്യുക എന്ന നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം. ഈ നിലപാടിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കേരളത്തോട് സംസാരിക്കാൻ തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളായ M. സുൽഫത്ത്, അഡ്വക്കേറ്റ് KM രമ എന്നിവർ നമ്മളോടൊപ്പം ചേരുന്നു. സ്വാഗതം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണല്ലോ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഭരണകക്ഷിയാകട്ടെ പ്രതിപക്ഷമാകട്ടെ അവരുടെ കാൻഡിഡേറ്റ് ലിസ്റ്റ് നോക്കിയാൽ സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണെന്ന് കാണാം. ഈ ഒരു സാഹചര്യത്തിൽ തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം എന്താണ് മുന്നോട്ട് വെക്കുന്നത്? എന്താണ് തിരഞ്ഞെടുപ്പിനോടുള്ള നിങ്ങളുടെ സമീപനം? 5 ഡിമാൻഡുകൾ വെച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളുടെ ക്യാമ്പയിൻ മുഴുവൻ മുന്നോട്ട് പോയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം 33% സ്ത്രീകളെ മത്സരിപ്പിക്കണം. ഓരോ മുന്നണിയും LDF മുന്നണിയോടും UDF മുന്നണിയോടും മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം NDA മുന്നണി എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമ്മൾ വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു തരത്തിലും പരിഗണിക്കപ്പെടാൻ പാടില്ലാത്തൊരു ഫോഴ്സാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ LDF, UDF മുന്നണികളോട്, മതേതര പാർട്ടികൾ അടങ്ങുന്ന LDF, UDF മുന്നണികളോട് ഞങ്ങൾ 5 ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ ആവശ്യം 1/3 സ്ത്രീ സ്ഥാനാർത്ഥികളായിരിക്കണം എന്നുള്ളതാണ്. അത് 2023 സ്ത്രീ സംവരണ നിയമം പാസ്സാക്കി കഴിഞ്ഞതാണ്. അത് നടപ്പിലായിട്ടില്ല. അത് നടപ്പിലാവാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതേ NDA മുന്നണിയുടെ BJPയുടെ സ്ഥാപിത താല്പര്യം കൊണ്ടാണ് അത് നടപ്പിലാവാതിരിക്കുന്നത്. 1/3 സ്ത്രീകളെ നിർത്താനുള്ള ഒരു ധാർമ്മികമായ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം ഈ LDF, UDF മുന്നണികൾക്കുണ്ട്. അതിൻ്റെ കാരണം ഇന്ത്യ മുന്നണിയാണ് സ്ത്രീ സംവരണ നിയമത്തിൻ്റെ എല്ലാ ചർച്ചകളിലും, പാർലമെന്റിൽ നടന്ന മുഴുവൻ ചർച്ചകളിലും എല്ലാ കക്ഷികളും ഒരേപോലെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ 2 നിബന്ധനകൾ വെച്ചുകൊണ്ട് ഈ നിയമത്തെ താമസിപ്പിക്കരുത്, അത് ഉടനെ തന്നെ നടപ്പാക്കണം, തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ തന്നെ അത് കൊണ്ടുവരണം, സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തണം എന്ന് കൃത്യമായി ശരിയായ നിലപാടെടുത്തിട്ടുള്ളവരാണ് ഈ ഇന്ത്യ മുന്നണിയിൽ പെട്ടിട്ടുള്ള നമ്മളുടെ LDF, UDF കക്ഷികളെല്ലാവരും തന്നെ. അത് നടന്നില്ല. അത് BJP അത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് നടത്തിയിട്ടുമില്ല. അവർ 2 അനാവശ്യമായിട്ടുള്ള നിബന്ധനകളും വെച്ച് നിയമം പാസാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ LDF, UDF കക്ഷികൾക്ക് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുമ്പോൾ അവർക്കൊരു ഉത്തരവാദിത്വം വരുന്നുണ്ട്. ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം വരുന്നുണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരവാദിത്വം വരുന്നുണ്ട്. നിയമപരമായിട്ട് മാത്രമാണ് അവരുടെ ഉത്തരവാദിത്വം നീട്ടിപ്പോകുന്നത്. അപ്പം അവരോട് ഞങ്ങൾ അന്ന് ആവശ്യപ്പെട്ടത് 33% സ്ത്രീകളെ നിങ്ങൾ ഇത്തവണത്തെ ലോക്സഭ ഇലക്ഷൻ്റെ സമയത്ത് ഇത്തവണ നിങ്ങൾ മാതൃക കാണിക്കണം, 1/3 സ്ത്രീകളെ മത്സരിപ്പിച്ചുകൊണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവരത് തയ്യാറായിരുന്നില്ല. നമ്മൾ കൃത്യമായിട്ടും എല്ലാവരുടെ മുന്നിലെയോ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അത് മുഴുവനായിട്ടും അവർ അവഗണിക്കുകയാണ് ചെയ്തത്. ആ തെരഞ്ഞെടുപ്പ് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ 5 ഡിമാൻഡുകൾ വയ്ക്കുന്നു. ഒന്നാമത്തെ ഡിമാൻഡ് അന്ന് പറഞ്ഞത് തന്നെയാണ്, 1/3 സീറ്റുകൾ സ്ത്രീകൾക്ക് കൊടുക്കണം. രണ്ടാമത്തെ ഡിമാൻഡ്, നമുക്കറിയാം ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ അധികാര പങ്കാളിത്തവും ഇല്ല എന്നുള്ളത്. അത് പരിഹരിക്കപ്പെടണം. അത് പരിഹരിക്കപ്പെടണമെങ്കിൽ ഇപ്പോഴത്തെ നിലയ്ക്ക് അവരുടെ ജനസംഖ്യ എത്രയാണെന്ന് പോലും തിട്ടപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ആ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയെങ്കിലും ഈ നിയമസഭയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഈ മുന്നണികൾ നടത്തണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അവരുടെ കാര്യങ്ങൾ പറയാനായിട്ട് ഒരു വ്യക്തിയെങ്കിലും നമ്മുടെ നിയമസഭയിൽ ഉണ്ടാവും. മൂന്നാമത്തെ കാര്യം, നമുക്ക് നിയമസഭയിൽ ഒരു 1/3 ആൾക്കാരുണ്ടാവുക എന്നുള്ളത് മാത്രമല്ല, എക്സിക്യൂട്ടീവിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ, മന്ത്രിസഭയിൽ 1/3 സ്ത്രീകൾ ഉണ്ടാവണം. ഈ കഴിഞ്ഞ 2 മന്ത്രിസഭകളിൽ മാത്രമാണ് 2016 മന്ത്രിസഭയിൽ 2 പേരും ഈ മന്ത്രിസഭയിൽ 3 പേരും. ഇത്രയാണ് ആകെ സ്ത്രീകൾ ഉണ്ടായിട്ടുള്ളത്. ഒട്ടേറെ മന്ത്രിസഭകളിൽ സ്ത്രീകളെ ഉണ്ടായിട്ടില്ല. ഈ 10 വർഷത്തിന് മുമ്പുള്ള മൊത്തം കണക്കെന്ന് പറയുന്നത് 11 പേരാണ് ഉണ്ടായിട്ടുള്ളത്. 11 മന്ത്രിമാരാണ് അത്രയും കാലം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ 60 വർഷം കൊണ്ട് 11 മന്ത്രിമാര്, ഇപ്പോഴൊരു 5 പേര് കൂടിയതുകൊണ്ട് 16 ആയി.
അപ്പം ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ, നയതീരുമാനങ്ങൾ എടുക്കുന്നതിൽ കൃത്യമായിട്ടും സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മന്ത്രിസഭയിൽ അവർക്ക് 1/3 പങ്കാളിത്തമെങ്കിലും ഉണ്ടായിരിക്കണം. നമുക്കിതേ ഒരു സ്ത്രീ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും പലതവണ അത് പല രൂപത്തിൽ ചർച്ച ചെയ്യുകയും അത് നടത്താതെ പോവുകയും ചെയ്തിട്ടില്ല. എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു, എത്രയോ നേതാക്കളുണ്ട് നമുക്ക്. അതൊരിക്കൽ പോലും ഒരു പ്രാധാന്യത്തോടു കൂടി ഈ പാർട്ടികളോ മുന്നണികളോ കണ്ടിട്ടില്ല. അപ്പോഴൊക്കെ തന്നെയും അതിനുള്ള എല്ലാ അവസരങ്ങളും തട്ടിമാറ്റുന്ന രീതിയിലാണ് അവർ പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അടുത്തൊരു ആവശ്യം എന്ന് പറയുന്നത് അടുത്ത മുഖ്യമന്ത്രി സ്ത്രീ ആയിരിക്കണം എന്നാണ്. ഇപ്പൊ നമുക്കുള്ള 2 മുന്നണികളിലെയും നേതാക്കളെ നോക്കുക, എത്രയോ പേരുണ്ട്, പലരും മുഖ്യമന്ത്രി ആവാൻ ശേഷിയുള്ള ആൾക്കാരാണ്. ഇന്ത്യയിൽ ആകെ നോക്കിക്കഴിഞ്ഞാൽ 17 സംസ്ഥാനങ്ങളിൽ സ്ത്രീ മുഖ്യമന്ത്രിമാർ ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. പലരും പല ടേമിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് 4-മത്തേത്. 5-മത്തേത് സ്ത്രീ പീഡകരെ മത്സരിപ്പിക്കരുതെന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണത്. സ്ത്രീകളെ പീഡിപ്പിക്കുന്ന അവർക്ക് വീണ്ടും വോട്ട് ചെയ്യണം എന്നാണ് ഏത് മണ്ഡലത്തിലൊക്കെ നിർത്തിക്കഴിഞ്ഞാലും അവിടെ അത് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും സ്ത്രീകളുടെ സേഫ്റ്റിയുടെ കാര്യം ഒരു ഭാഗത്ത് പറയുന്നു. എന്താണ് അവസ്ഥ? ഈ 5 ഡിമാൻഡുകളും വെച്ചിട്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ക്യാമ്പയിൻ മുഴുവനായിട്ടും നടത്തിയിട്ടുള്ളത്. ഒരു മണ്ഡലത്തിൽ തന്നെ LDFും UDFും പുരുഷന്മാരെ നിർത്തുകയാണെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യരുതെന്നാണ് നിങ്ങളുടെ നിലപാട്. അവർക്ക് 2 പേർക്കും വോട്ട് ചെയ്യരുത്, നോട്ട ചെയ്യണം. അതായത് സ്ത്രീ കാൻഡിഡേറ്റ് ഇല്ലാത്തിടത്ത് നോട്ട എന്നൊരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇതൊരു തരത്തിൽ അപ്പൊളിറ്റിക്കലായി വായിക്കപ്പെടാമല്ലോ. തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനം ഉയർത്തിയ എല്ലാ ഡിമാൻഡുകളെയും അവഗണിച്ചിട്ടാണുള്ളത്. എല്ലാ ഡിമാൻഡുകളെയും എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് 3 ഡിമാൻഡുകളും അവഗണിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് മുഖ്യമന്ത്രി സ്ഥാനവും മന്ത്രിസഭയിൽ 5 സ്ത്രീകൾ ഉണ്ടായിരിക്കുക എന്നുള്ളതുമാണ്. അപ്പോൾ ഇതൊക്കെ അവഗണിച്ച അവസരത്തിൽ ഒരു പ്രതിഷേധം എന്നുള്ള രൂപത്തിലാണ് ഞങ്ങൾ ഈ 2 ഡിമാൻഡ് വെച്ചേക്കുന്നത്. അതിൽ 1-മത്തെ ഡിമാൻഡ് ഈ മത്സരിക്കുന്ന എല്ലാ സ്ത്രീ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുക. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്നലെ വരെ ഈ നിയമസഭയിൽ 10% പോലും സ്ത്രീകൾ കേരള നിയമസഭയിൽ ഉണ്ടായിട്ടില്ല. 1-മത്തെ നിയമസഭ മുതൽ ഈ 15-മത്തെ നിയമസഭ വരെ 10% പോലും സ്ത്രീകൾ ഇല്ലാതിരുന്ന സ്ഥലത്ത് ബോധപൂർവം ഈ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചില്ലെങ്കിൽ പോലും ഈ ഇപ്പം മത്സരിക്കുന്ന 30 സ്ത്രീകളാണ് രംഗത്തുള്ളത്. ആ 30 സ്ത്രീകളിൽ 3 മണ്ഡലങ്ങളിൽ സ്ത്രീകൾ തമ്മിലാണ് പോരാട്ടം. അപ്പോൾ എങ്ങനെ വന്നാലും 27 സ്ത്രീകളാണ് വിജയിച്ച് വരേണ്ടത് എന്നതുള്ളൊരു ആഗ്രഹം, അല്ലെങ്കിൽ അത്തരം ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് മത്സരിക്കുന്ന എല്ലാ സ്ത്രീ സ്ഥാനാർത്ഥികളെയും ജയിപ്പിക്കുക. അങ്ങനെ അതൊരു ചരിത്ര സംഭവമാകും. 27 സ്ത്രീകളുള്ള കേരള നിയമസഭ. അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾ, നമ്മൾ ഈ കാര്യങ്ങൾ എപ്പോഴും സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ചും സ്ത്രീകളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ ഒരു ഉത്തരവാദിത്വമാണ് ഈ മത്സരിക്കുന്ന 27 പേര് ജയിച്ച് നിയമസഭയിലെത്തുക. അവിടെ LDF UDF എന്നുള്ള പരിഗണനയെ വേണ്ട. അതിൻ്റെ മറുവശമാണ് ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ, സ്ത്രീ സ്ഥാനാർത്ഥികൾ മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് പറയുമ്പോൾ ഈ ഒരു ചോദ്യം പലപ്പോഴും ഞങ്ങൾ നേരിട്ടതാണ്. അതായത് നോട്ടയ്ക്ക് വോട്ട് ചെയ്യുന്ന എന്ന് പറയുമ്പോൾ ഈ BJPയെ സഹായിക്കലാവില്ലേ എന്നുള്ള ചോദ്യം. അതിന് പ്രധാനമായിട്ട് പറയാനുള്ളത് കേരളത്തിലെ 140 മണ്ഡലങ്ങളും BJP അധികാരത്തിൽ വരുമെന്നോ അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥി ജയിക്കുമെന്നോ ഒരാളും വിശ്വസിക്കുന്നില്ല. വളരെ കുറച്ച് മണ്ഡലങ്ങൾ മാത്രമാണ് ഈ തരത്തിൽ ഒരു BJP ഭീഷണിയുള്ള മണ്ഡലങ്ങൾ. അപ്പോൾ ആ BJP ഭീഷണിയുള്ള മണ്ഡലങ്ങളിൽ അവിടെ BJP അധികാരത്തിൽ വരാതിരിക്കാനുള്ള എല്ലാ ശ്രദ്ധയും ഞങ്ങളും കാണിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ നോട്ട പറയുമ്പോൾ പോലും ഞങ്ങളുടെ ഉള്ളിലും ആ ഒരു കരുതലുണ്ട്. അതേസമയം രാഷ്ട്രീയ പാർട്ടികളോട് ചോദിക്കാനുള്ളത് BJP അധികാരത്തിൽ വരരുത് എന്നുള്ളത് ഈ പറയുന്ന നോട്ട പ്രഖ്യാപിച്ച സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. കേരളത്തിലെ LDF മുന്നണിയിൽപ്പെട്ടവരുടെയും UDF മുന്നണിയിൽപ്പെട്ടവരുടെയും കൂടി, അതായത് BJPയെ കേരളത്തിൽ സീറ്റ് കൊടുക്കരുത് എന്നുള്ള ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം കാണിക്കാൻ അവർ തയ്യാറാകേണ്ടതുണ്ട്. അതായത് അത്തരം മണ്ഡലങ്ങളിൽ BJP അധികാരത്തിൽ വരും അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥി ജയിക്കും എന്നുള്ള മണ്ഡലങ്ങളിൽ തന്ത്രപൂർവ്വം BJPയെ പരാജയപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട്, അതായത് മതേതര മുന്നണികൾക്ക് ഒന്നിച്ചു നിൽക്കാം,
മറ്റൊന്ന് ഈ പറയുന്നത് പോലെ ഈ നോട്ട എന്ന് പറയുന്നത് നമ്മൾ ഇനിയിപ്പോൾ എത്ര പറഞ്ഞാലും കേരളത്തിൽ കക്ഷി രാഷ്ട്രീയം വളരെ സംഘടിതമായ കക്ഷി രാഷ്ട്രീയമുള്ള ഒരു കേരളത്തിൽ നോട്ട ഈ പറയുന്ന മുഴുവൻ ആളുകളും നോട്ട ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ല. ഈ ആശയത്തോട് യോജിക്കുന്ന വലിയ ഒരു വിഭാഗം കേരളത്തിലുണ്ട്. ആ വലിയൊരു വിഭാഗം നോട്ടയ്ക്ക് കൂടുതൽ വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വലിയൊരു വിഭാഗം ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വരുന്നത് സ്വാഭാവികമായിട്ടും ഏത് മുന്നണിക്കാണോ കൂടുതൽ വോട്ട് കിട്ടുന്നത് ആ മുന്നണിയായിരിക്കും അധികാരത്തിൽ വരുന്നത്. അതിൻ്റെ അർത്ഥം ഈ പറയുന്ന നോട്ട കൊണ്ട് മാത്രമാണ് ജയിച്ചത് എന്ന് പറയാനും പറ്റില്ല. അതൊക്കെ ഈ രാഷ്ട്രീയത്തിലെ അത് വെറുതെ ഇപ്പോൾ 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് അതിനു മുമ്പ് കേരളത്തിലെ സ്ത്രീകൾ ഞങ്ങളൊക്കെ ഉന്നയിച്ച ഒരാവശ്യമാണ് 33% സീറ്റിൽ സ്ത്രീകളെ മത്സരിപ്പിക്കുക. അത് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ മോദി അധികാരത്തിലെത്തുന്ന ആ ഒരു ഘട്ടത്തിലുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 33% സീറ്റ് സ്ത്രീകൾക്ക് നൽകുക, ആ ഒരു ഡിമാൻഡ് നമ്മൾ വെച്ചു തുടങ്ങിയപ്പോൾ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞു പിന്നെ ഇത് BJPക്ക് സഹായകരമാവും. ഇപ്പം നിങ്ങൾ മറ്റൊന്നും പറയാൻ പാടില്ല, മതേതരത്വത്തിന് വേണ്ടി മാത്രമേ പറയാവുള്ളൂ. സ്ത്രീകളുടെ രാഷ്ട്രീയാധികാരത്തിന് വേണ്ടി പറഞ്ഞാൽ അത് മറ്റൊരു തരത്തിൽ BJPയെ സഹായിക്കും. അതൊരു തെറ്റായ പറച്ചിലാണെങ്കിൽ പോലും കേരളത്തിലെ സ്ത്രീ പ്രസ്ഥാനങ്ങൾ നിശബ്ദമായി. കാരണം ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് BJPയെ അധികാരത്തിൽ എത്തിക്കരുത് എന്നുള്ളത്. പക്ഷെ സ്വാഭാവികമായിട്ടും സ്ത്രീകൾ നിശബ്ദരായി. BJP മോദി സർക്കാർ അധികാരത്തിൽ വന്നു. ആ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ അത്തരം ഒരു ആശയം ഉന്നയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ മോദി അധികാരത്തിൽ വന്നതിൻ്റെ ഉത്തരവാദിത്വം സ്ത്രീകൾ ഈ ആവശ്യം ഉന്നയിച്ചതാണെന്ന് പറയാൻ പോലും ചിലപ്പോൾ തയ്യാറാകുമായിരുന്നു. രണ്ടാം മോദി സർക്കാർ വന്ന 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്തും സ്ത്രീകൾ ഈ ആവശ്യം ഉന്നയിക്കരുത് എന്ന് വളരെ ശക്തമായി രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും അല്ല, BJP അധികാരത്തിൽ വരുന്നതിൻ്റെ കാരണം ഇതൊന്നും അല്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അങ്ങനെയുള്ള ഭീഷണിയുള്ള മണ്ഡലങ്ങളിൽ അതിനുള്ള തന്ത്രം ആവിഷ്കരിക്കാനുള്ള ബാധ്യത, ആ ഉത്തരവാദിത്വം മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ വളരെ കൃത്യമായിട്ട് ഒരു പക്ഷേ അത്തരം ഒരു വല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അവിടെയുള്ള സ്ത്രീകൾ വളരെ കരുതലോടുകൂടി തന്നെ വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മാത്രമല്ല നമ്മൾ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരു കാരണവശാലും 100% സ്ത്രീകളെ BJP നിർത്തിയാൽ പോലും, NDA മുന്നണി നിർത്തിയാൽ പോലും ഒരൊറ്റ വോട്ടും അവർക്ക് ചെയ്യരുത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു സമീപനത്തിൻ്റെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കല്ല അതിൻ്റെ ഉത്തരവാദിത്വം, BJP വരുന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കല്ല അതിൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളത് ഞങ്ങൾ ആ രീതിയിൽ വളരെ ക്ലാരിറ്റി ഉള്ള ആൾക്കാർ തന്നെയാണ്. മറ്റൊന്ന്, ഒരു ജനാധിപത്യപരമായ ഒരു അവകാശം അല്ലെങ്കിൽ ഒരു ആവശ്യമാണ് സ്ത്രീ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഉന്നയിക്കുന്നത്. ആ ഉന്നയിക്കുന്നതിനെ പോസിറ്റീവായി കാണാതെ അല്ലെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് BJP അധികാരത്തിൽ വരും എന്നുണ്ടെങ്കിൽ ഒരു ജനാധിപത്യ അവകാശത്തെ പോസിറ്റീവായിട്ട് കാണാനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. ഈ വർഷത്തെ നിയമസഭാ ഇലക്ഷൻ്റെ സ്ഥാനാർത്ഥി പട്ടികയെ മുൻനിർത്തിയിട്ട് നമുക്കിത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യത്തെ ഒന്ന് വിശദീകരിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. ഇപ്പം ഈ വർഷത്തെ മാത്രമല്ല, കഴിഞ്ഞൊരു 3 ഇലക്ഷനായിട്ട് 2016, 2021, 2026 അങ്ങനെ നോക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ പ്രധാന പാർട്ടികൾ, 2 മുന്നണികളിലുള്ള പ്രധാന പാർട്ടികൾ കോൺഗ്രസും CPM-ഉം രണ്ടുപേരുടേതും ഒരേപോലെയാണ്, ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് 2016 മുതൽ 2026 വരെയുള്ള ഈ 3 ഇലക്ഷനിലും 9 സ്ത്രീകളെ വീതമാണ് നിർത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് CPM-ന്റെ കാര്യം. CPM 12, 12, 12, ഒരു വ്യത്യാസവും ഇല്ല. അതായത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ യാതൊരു തരത്തിലും പ്രതിഫലിക്കുന്നില്ല എന്നർത്ഥം. CPIയുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. CPI കഴിഞ്ഞ ഇലക്ഷനിൽ അവർക്ക് 2 സീറ്റുകളാണ് കൊടുത്തിരുന്നത്. ഇത്തവണ അവർ 5 ആക്കിയിട്ടുണ്ട്. അത് വലിയ വർധനയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അതായത് 20%, മൊത്തം 25 സീറ്റുകളിലാണ് CPI മത്സരിക്കുന്നത്. അതിൽ 5 പേരെ നിർത്തിയിട്ടുണ്ട്.
അതേപോലെ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ കാര്യം. മുസ്ലിം ലീഗ് പൊതുവെ സ്ത്രീകളെ നിർത്താറേ ഇല്ല എന്നുള്ളതാണ്. ചരിത്രത്തിൽ ആകെ 2 സ്ത്രീകൾക്ക് മാത്രമാണ് സ്ഥാനാർത്ഥിത്വം കൊടുത്തിട്ടുള്ളത്, 2 പേരും തോറ്റുപോയി. പിന്നെ ഉള്ളതാണ് ഇത്തവണ ഈ 2 സ്ത്രീകളെ നിർത്തിയിട്ടുള്ളത്. ഒരിക്കലും 2 സ്ത്രീകളെ ഒരുമിച്ച് നിർത്തിയിട്ടില്ല, അത് ആദ്യമാണ്. അതും ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ളൊരു സ്ത്രീ. അവർ ഇൻ്റർസെക്ഷനാലിറ്റിയെ കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കണം. അത്ര ഒരു രാഷ്ട്രീയമായി ചിന്തിക്കുന്ന, അവർ വലിയ സ്ട്രഗിളിന് ശേഷമാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. വെറുതെ അവരെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കിയതല്ല, അത്രമാത്രം ഉൾപാർട്ടി സമരം നടത്തി കലാപം ഉണ്ടാക്കി അതിൻ്റെ ഫലമായിട്ടാണ് അവർ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അത് മുസ്ലിം ലീഗാണെങ്കിലും ആ രീതിയിലുള്ള ഒരു തീരുമാനം എടുത്തു എന്നുള്ളതും, ഇവരത്രമേൽ സമരം ചെയ്ത് ആ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തി എന്നുള്ളതും, ഇത് രണ്ടും വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ അവർ ഒരു നോൺ മുസ്ലിമിനെയാണ് 2ാമത്തെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. അവർ SC ആണ്. പൊതുവെ ജനറൽ സീറ്റുകളിൽ മുസ്ലിങ്ങൾക്ക് സംവരണം ഇല്ലല്ലോ. മുസ്ലിം സ്ത്രീകളുടെ പോപ്പുലേഷൻ 13.4% വരും. അവർക്ക് ഒരു റെപ്രസെൻറ്റേഷനും ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് RMP ഒരേ ഒരു സ്ഥാനാർത്ഥിയെ ഇപ്പോഴും അവർ സ്ത്രീ തന്നെയാണ്. അതും വളരെ അപ്രീഷിയബിൾ ആയിട്ടുള്ളൊരു സംഗതിയാണ്. പക്ഷെ മേജർ പാർട്ടികൾ അവരൊന്നും ചെയ്തില്ല. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ആദ്യമായിട്ടൊരു സ്ത്രീ വന്നിരിക്കുന്നു, ഇന്നേ വരെ ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പം വളരെ പ്രധാന പാർട്ടികളൊക്കെ പിന്നാക്കം നിൽക്കുകയും മറ്റുള്ള കുറെ കൂടി ചെറിയ പാർട്ടികൾ ചെറിയ തോതിലെങ്കിലും സ്ത്രീകളെ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുമുണ്ട് എന്നുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ പറ്റുക. അപ്പം ഈ 27 പേര് 30 മണ്ഡലങ്ങളിൽ 27 വരാൻ സാധ്യതയുള്ള 27 പേരും വരേണ്ടതാണ്. നേരത്തെ സുൽഫത്ത് പറഞ്ഞതുപോലെ അതിൽ ഒരാൾ പോലും ഈ നിയമസഭയിൽ നിന്ന് പുറത്ത് ഉണ്ടാവരുത്. പൊളിറ്റിക്കലായിട്ടുള്ളൊരു വലിയ തീരുമാനമായിരിക്കും കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ 27 പേരെയും ജയിപ്പിച്ചെടുക്കുക എന്നുള്ളത്. LDF മൊത്തം 18 പേരാണ്. അതിൽ CPM-ന്റെ 12 പേര്, CPI-യുടെ 5 പേര്, പിന്നെ കേരള കോൺഗ്രസ് M-ൽ നിന്ന് ഒരാൾ. UDF കോൺഗ്രസിന് യാതൊരു മാറ്റവും ഇല്ല, നേരത്തെ പറഞ്ഞതുപോലെ 9 പേരെ ആയിട്ട് തന്നെ നിലനിർത്തിയിരിക്കുന്നു. അതിൽ മുസ്ലിം ലീഗ് 2 പേരെ നിർത്തിയിരിക്കുന്നു, RMP ഒരാളെ. അങ്ങനെയാണ് 12 പേരാവുന്നത്. ഇത് രണ്ടും വേറെ വേറെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറുതാണ്, വളരെ ഇൻസഫിഷ്യൻ്റ് ആണ്. പക്ഷെ ഇത് മൊത്തത്തിൽ ഇത്രയും സ്ത്രീകൾ വരികയാണെങ്കിൽ അത് വലിയൊരു വ്യത്യാസം ഉണ്ടാക്കുകയും ചെയ്യും. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ കേരളം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും മറ്റുമൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷേ സ്ത്രീകളുടെ പ്രാതിനിധ്യത്തിൻ്റെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൻ്റെ ഒരു നില എങ്ങനെയാണ്? അതിനെ ഒന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ വിലയിരുത്തി പറയാൻ പറയാം. അതിൽ ഈ നമുക്ക് പൊതുവേ ഉള്ളൊരു ധാരണ എന്ന് പറഞ്ഞാൽ കേരളം വളരെ പുരോഗമനപരമായിട്ടുള്ളൊരു നമ്പർ 1 കേരളം, പ്രബുദ്ധ കേരളം, എല്ലാത്തിലും മുന്നിൽ നിൽക്കുന്ന കേരളം എന്നൊക്കെയുള്ള വലിയ അവകാശവാദങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ അധികാരത്തിൻ്റെ കാര്യത്തിൽ റിഫ്ലക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അതിൽ കേരളം എല്ലാ കാലത്തും വളരെ പുറകിലാണ്. ഈ ഫാക്റ്റ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളൊന്നും നോക്കണം. നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എവിടെയും ഇപ്പോൾ സ്ത്രീ സംവരണം നടപ്പിലായിട്ടില്ല, 33% എവിടെയും വന്നിട്ടില്ല. പക്ഷേ ഏറ്റവും അവികസിതമായിട്ട് നമ്മൾ കണക്കാക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും കേരളത്തെക്കാൾ മെച്ചപ്പെട്ട പ്രാതിനിധ്യം ഉണ്ടോ എന്നുള്ളതാണ്. അതിൽ ഛത്തീസ്ഗഡിൽ ആണ് ഏറ്റവും കൂടുതൽ, 21% പ്രാതിനിധ്യമുണ്ട്. 23% നിയമസഭാംഗങ്ങൾ സ്ത്രീകളായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. നമ്മൾ എവിടെയും അതിനൊന്നും കണക്കാക്കാറ് പോലും ഇല്ല. അതേപോലെയാണ് പശ്ചിമ ബംഗാളിൽ 16% ഉണ്ട്. തീർച്ചയായിട്ടും അവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ അവരുടെ പോളിസിയും ഒക്കെ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അവർ 33% സ്ത്രീകൾ ഉള്ളതായിരിക്കണം എല്ലാ കമ്മിറ്റികളും എന്നുള്ളത് തീരുമാനിച്ചിട്ടുള്ള ഒരു ഭരണഘടന അവർക്കുണ്ട്. അത് വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അവരുടെ പ്രാതിനിധ്യം പൊതുവെ കൂടുതലാണ്. ജാർഖണ്ഡ്, ത്രിപുര 15% വീതം, ഹരിയാനയിൽ 14%. പിന്നെ വരുന്ന ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശൊക്കെ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കാറുള്ളത്? എന്തൊരു തരം സംസ്ഥാനമായിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത്? ആന്ധ്ര, സിക്കിം, അവിടെയൊക്കെ 13% വീതം സ്ത്രീ പ്രാതിനിധ്യമുണ്ട്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും ആദ്യത്തെ സ്ത്രീ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുള്ളത്. 1963-ലാണ്, ഇപ്പോഴൊന്നുമല്ല.
ബീഹാറിന്റെ കാര്യം നമുക്കറിയാലോ. ഇതേപോലെ തന്നെ എന്താണ്, തീരെ ദരിദ്രമായിട്ടുള്ള ഒരു സംസ്ഥാനം, യാതൊരു പുരോഗതിയും ഇല്ലാത്ത സംസ്ഥാനം, യാതൊരു തരത്തിലുള്ള നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ നോക്കുമ്പോൾ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന് എണ്ണുന്ന ആ ബീഹാറിലും മധ്യപ്രദേശിലും 12% വീതമാണ്. അതിനൊക്കെ പിന്നിലാണ് 8% നമ്മൾ നിൽക്കുന്നത്. പഞ്ചാബിലും രാജസ്ഥാനിലും 11% വീതമാണ്. ഇതിനൊക്കെ പുറകില് 8%, ദേശീയ ശരാശരി 9%. ആ ദേശീയ ശരാശരിയേക്കാൾ താഴെയാണ് നമ്മൾ. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഈ പ്രബുദ്ധ കേരളം എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. അത് എത്രമാത്രം നമ്മൾ ഈ അധികാരത്തിന്റെ കാര്യത്തിൽ ഉള്ള ആ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിലുള്ള പിന്നോക്കാവസ്ഥ എന്നുള്ളതിനെ ഒരിക്കലും പ്രധാനപ്പെട്ടതായിട്ട് പറയാറില്ല. അത് പറഞ്ഞു തുടങ്ങണം. സ്ത്രീകൾക്ക് ഡ്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടുന്നതിലൂടെ മാത്രമേ നമ്മളൊരു പ്രബുദ്ധ കേരളം ആയി മാറുള്ളൂ. അത് ഇപ്പോഴും നമ്മൾ വളരെ പുറകിലാണ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ വേറൊരു കാര്യം പറയാറുണ്ട്. ഈ പ്രാദേശിക ഗവൺമെന്റുകളിൽ, അതായത് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലൊക്കെ കേരളം ആണ്, ഈയിടെയും കൂടി ഒരു നേതാവ് ഒരു പറയലുണ്ടായി, കേരളം മാത്രമാണ് 50% കൊടുത്തിട്ടുള്ളത്. അത് വലിയ തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ. 33% കേന്ദ്ര നിയമത്തിൽ ആദ്യം ഉണ്ടായിരുന്നത്. നമ്മൾ 2010 ഈ 50% അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷെ അതിൻ്റെ മുമ്പ് 2006 ബീഹാറിലാണ് ഏറ്റവും ആദ്യം 50% ആക്കിയിട്ടുള്ളത്. അതിനുശേഷം 3-4 സംസ്ഥാനങ്ങളുണ്ട് ഈ 50%-ലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് മുമ്പേ. അപ്പം കേരളം സ്ത്രീ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും മുന്നിട്ട് നിന്നിട്ടുള്ള ഒരു പയനിയർ ആയിട്ടുള്ള ഒരു സംസ്ഥാനമല്ല. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക തന്നെ ചെയ്യണം. അത് തിരുത്തേണ്ട ഒരു കാര്യമാണ്, ഉടനെ തിരുത്തേണ്ട ഒരു കാര്യമാണ്. അതൊരിക്കലും നീട്ടിവെക്കാവുന്ന ഒരു കാര്യം അല്ല. കാരണം ഇതൊരു ജനാധിപത്യത്തിന്റെ പ്രശ്നമാണ്. ഈ സ്ത്രീകളെ അതിന്യൂനപക്ഷമായിട്ട് നിലനിർത്തുന്നത് ഒരു തരത്തിലും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു സമൂഹം തന്നെയാണ് കേരളം. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു ജനാധിപത്യ സമൂഹമാവുക? ഇതിനോട് കൂട്ടിച്ചേർത്ത് തന്നെ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പാർട്ടികൾ അവരുടെ പ്രകടന പത്രികയിലും മറ്റും സ്ത്രീകൾക്കായിട്ട്, മുമ്പ് ഒരു ഫാമിലിക്കുള്ളിലാണ് സ്ത്രീ അവർ കണ്ടിരുന്നത്. എന്നാൽ ഇന്നത് മാറിയിട്ട് സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് സാമ്പത്തികമായ സഹായങ്ങൾ നൽകുന്ന പദ്ധതികൾ വരുന്നു. അതുപോലെ തന്നെ ഫ്രീ ബീസ് ആയിട്ട് ഒരുപാട് ഇപ്പോൾ സൗജന്യ യാത്ര പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ അതേസമയം ഇതേ പാർട്ടികൾ തന്നെ അധികാരം സ്ത്രീകളിലേക്ക് എത്തുന്നതിനെ ഉതകുന്ന തരത്തിലൊന്നും ചെയ്യുന്നതായി നാം കാണുന്നില്ല. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതൊരു ആണധികാര സമൂഹത്തിൻ്റെ ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നം തന്നെയല്ലേ? തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികൾക്കകത്തായാലും പൊതുസമൂഹത്തിലായാലും ഒക്കെ നിലനിൽക്കുന്ന ആണധികാരത്തിൻ്റെ അല്ലെങ്കിൽ ആൺബോധത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. അതായത് സ്ത്രീകൾ ആശ്രിതരാണ്, അവർക്ക് സഹായങ്ങൾ കൊടുക്കണം, അവരുടെ രക്ഷകരാവണം നമ്മൾ എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ നിന്ന് കൂടിയാണ് ഇത് വരുന്നത്. അധികാരം കൊടുക്കാതിരിക്കുക. നമ്മൾ പലപ്പോഴും കുടുംബത്തിലായാലും പറയലുണ്ട്, ഞാൻ അവൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ അതേസമയം അധികാരം ഞങ്ങളുടെ കയ്യിലാണുള്ളത്, അതിനുള്ള അധികാരം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് കുടുംബത്തിൽ പറയുന്നത് പോലെ ഒരു മനോഭാവം കൂടി ഇതിലുണ്ട്. തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് പല ആനുകൂല്യങ്ങളും, അതായത് ഒരു സാമൂഹ്യമായിട്ടുള്ള പല പിന്നോക്കാവസ്ഥയുണ്ട്, തൊഴിൽപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥയുണ്ട്. അതിനെയൊക്കെ മറികടക്കാൻ ചില ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടി വരും, അത് ആവശ്യമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറയുന്ന അല്ലെങ്കിൽ അവരുടെ പ്രകടന പത്രികയിൽ പറയുന്ന ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു മനോഭാവത്തിൽ നിന്ന് കൂടി വരുന്നതാണ്. അതുപോലെ അധികാരം കൊടുക്കാതിരിക്കുകയും, ഇപ്പം ഈ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ തോമസ് ഐസക്കും ഒക്കെ പങ്കെടുത്തുകൊണ്ടൊരു വനിതാ പാർലമെന്റ്, ഒറിജിനൽ പാർലമെന്റിൽ നിങ്ങൾ വരണ്ട, ഞങ്ങളിങ്ങനെ മോക്ക് പാർലമെന്റുകളും ഒക്കെ ഉണ്ടാക്കും. ഇനി അതിൻ്റെ ഒരു ദൃശ്യം കണ്ടാലും ഞാൻ അതിലെ ആ ഒരു വിമർശനാത്മകമായിട്ട് അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ ഇതൊക്കെ ഒരു മോക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രതീകാത്മകമായിട്ടോ നിങ്ങൾക്ക് വേണ്ടി പാർലമെന്റ് ഉണ്ടാക്കാം. അതുപോലെ നിങ്ങൾക്ക് വേണ്ടി കുറേ സഹായങ്ങൾ ഞങ്ങൾ ചെയ്യാം. ഇപ്പൊ കേരളം പോലെ ഉള്ളൊരു സംസ്ഥാനത്ത് KSRTC ബസ്സിൽ യാത്ര സൗജന്യമാക്കും എന്ന് പറയുമ്പോൾ അത് പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഒരു സ്ത്രീകളോടുള്ള മനോഭാവത്തിൽ, അതായത് സ്ത്രീകൾക്കെല്ലാം വാരിക്കോരി കൊടുക്കുന്നു എന്നൊരു തോന്നലാണ്. യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും അങ്ങനെ കൊടുക്കാൻ കഴിയില്ല, അതിനൊക്കെ മാനദണ്ഡങ്ങൾ വെക്കും. അത് ആവശ്യമുള്ള സ്ത്രീകളുണ്ട് താനും.
അതായത് പിന്നെ തൊഴിലിന് പോകുന്ന പലരും ചെറിയ കൂലിക്ക് മിനിമം വേതനത്തിന് പണിയെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം യാത്ര സൗജന്യമാകുന്നത് അവർക്കൊരു ആനുകൂല്യമായിരിക്കും. വളരെ പിന്നോക്ക പ്രദേശങ്ങളിൽ ഉള്ളവർക്ക് അല്ലെങ്കിൽ മറ്റു തരത്തിൽ സാമ്പത്തികമായിട്ട് വളരെയധികം ആശ്രിതരായിരിക്കുന്ന സമൂഹങ്ങൾക്കൊക്കെ ഇത് ആവശ്യമായിരിക്കും, അത് കൊടുക്കേണ്ടതുമാണ്. പക്ഷെ അതിന് ഒരു എലക്ഷൻ വരുമ്പോൾ ഇതിങ്ങനെ പെരുപ്പിച്ച് കാണിച്ച് അത് മറ്റൊരു തരത്തിൽ പൊതുസമൂഹത്തിൽ സ്ത്രീകളുള്ള ഒരു മനോഭാവത്തിലും ഒരു തെറ്റായ തോന്നലുണ്ടാക്കാനാണ് സഹായിക്കുക. യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് അധികാരം കൊടുക്കുകയാണ് വേണ്ടത്. ഈ പറയുന്ന ആനുകൂല്യങ്ങളൊന്നും അധികാരത്തിന് പകരമാവില്ല. ഈ കൊണ്ടുവരുന്ന സംഗതികളെ അത്ര അതിൻ്റെ ഗുണഫലങ്ങൾ സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അതൊരു പോസിറ്റീവായിട്ട് കാണുന്നില്ല. അധികാരമാണ് ഏറ്റവും പ്രധാനം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വയലാർ പറഞ്ഞാൽ അധികാരം കൊയ്യണം ആദ്യം എന്ന് പറയേണ്ടി വന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ പാർട്ടികൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിന് വലിയൊരു സ്വീകാര്യത കിട്ടുന്നുണ്ട്. എന്നാൽ ഇതേ മുന്നണികളെ പെൺ മെമ്മോറിയലിന്റെ ഭാഗമായിട്ടും ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടും തുല്യനീതി പ്രസ്ഥാനം കാണുകയുണ്ടായി. ആ സമയത്ത് ഇവരെന്ത് തരം ന്യായീകരണമാണ് നിങ്ങളോട് പറഞ്ഞത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പെൺ മെമ്മോറിയൽ 1,00,000 പേർ ഒപ്പിട്ട പെൺ മെമ്മോറിയൽ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആ ഒപ്പിടലിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഞങ്ങൾ കണ്ടിരുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സാംസ്കാരിക പ്രവർത്തകരെ കണ്ടിരുന്നു, രാഷ്ട്രീയ നേതൃത്വങ്ങളെ കണ്ടിരുന്നു, തൊഴിലാളികളെ കണ്ടിരുന്നു, സ്ത്രീകൾ, സാധാരണക്കാർ, വിദ്യാർത്ഥികൾ, ഇവരെയൊക്കെ കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ 1,00,000 ഒപ്പ് ശേഖരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് പൊതുസമൂഹം പൂർണ്ണമായിട്ടും ഒരു സ്ത്രീ പങ്കാളിത്തത്തെക്കുറിച്ച്, സ്ത്രീകൾ അധികാരത്തിൽ വരുന്നതിനെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട്, അതായത് അത് വേണം എന്ന് പറയുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. അതുപോലെ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളെ കാണുമ്പോഴും ഒരു രാഷ്ട്രീയ നേതൃത്വവും പറഞ്ഞില്ല സ്ത്രീകൾ അധികാരത്തിൽ വരണ്ട, അല്ലെങ്കിൽ 33% സീറ്റ് സ്ത്രീകൾക്ക് കൊടുക്കണ്ട എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയും പറഞ്ഞില്ല. എല്ലാവരും അതിനോട് അനുകൂല സമീപനമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അവർ ഒരു തരത്തിൽ ഒരു അഴകുഴപ്പൻ, അതായത് നിയമം വരട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനം ഉണ്ടായി. അപ്പം നിയമം വരാതെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല സ്ത്രീകളെ സ്ഥാനാർത്ഥികളാക്കുന്നതിനോ അധികാരം കൊടുക്കുന്നതിനും അതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്ത് സ്ത്രീകളെ കൊണ്ടുവരുന്നതിനും ഒന്നും ഒരു തടസ്സവുമില്ല എന്ന് പറയുമ്പോൾ ഒരാൾ പോലും പറഞ്ഞില്ല കഴിവും ശേഷിയുമുള്ള സ്ത്രീകളില്ല ഞങ്ങൾക്ക് എന്നാരും പറഞ്ഞില്ല. എന്ന് വെച്ചാൽ കഴിവും ശേഷിയുമുള്ള സ്ത്രീകൾ ഉണ്ട് എന്നുള്ളത് അവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അവർ പറയുന്ന ഒരു ന്യായം, സ്ത്രീകളെ മത്സരിപ്പിച്ചാൽ വിജയസാധ്യത കുറവാണ് എന്ന് ഏതെങ്കിലും 1-2 സ്ഥാനങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് സ്ത്രീകളെ മത്സരിപ്പിച്ചാൽ വിജയസാധ്യത കുറവാണ് എന്നൊരു ന്യായമാണ് അവർ പറയുന്നത്. പലപ്പോഴും സ്ത്രീകളെ മത്സരിപ്പിക്കുന്ന ഇടങ്ങൾ നോക്കിയാൽ, അതായത് വിജയസാധ്യതയുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പുകളിൽ വിജയത്തിൽ ജയിച്ച മണ്ഡലങ്ങളിൽ പലപ്പോഴും സ്ത്രീകളെ മത്സരിപ്പിക്കാൻ അവർക്ക് വലിയ മടിയാണ്. പൂർണ്ണമായിട്ടും അങ്ങനെയാണ് എന്ന് പറയുന്നില്ലെങ്കിൽ പോലും ബഹുഭൂരിപക്ഷം ഈ പ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. പിന്നെ സ്ത്രീകൾ മത്സരിച്ചാൽ വിജയസാധ്യത ഇല്ല എന്ന് പറയുന്ന ഒരു കള്ളമാണ്. അത് കണക്കുകൾ വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയും. തീർച്ചയായിട്ടും പറയാം. അതായത് വിന്നബിലിറ്റിയെ കുറിച്ചുള്ള സ്റ്റഡീസ് ഉണ്ട്. PRS ഇന്ത്യയിൽ അത്തരത്തിലുള്ള സ്റ്റഡീസ് കിട്ടാനുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏകദേശം എല്ലാ സ്ഥലത്തും 10% സ്ത്രീകളെ മാത്രമേ മത്സരിപ്പിക്കുള്ളൂ, ബാക്കി 90% പുരുഷന്മാരാണ്. പക്ഷേ ജയിച്ചു വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ശതമാനം ഏകദേശം ഒരേപോലെയാണ്, തോത് ഒരേപോലെയാണ്. നമ്പറിൽ വളരെ വ്യത്യാസമുണ്ടാവും. കാരണം 10% സ്ത്രീകളിൽ നിന്ന് എന്തായാലും 50% പ്രതിനിധികൾ ഉണ്ടാവാൻ പോണില്ലല്ലോ. അപ്പം 90% വരുന്ന പുരുഷന്മാർ മത്സരിച്ചിട്ട് അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന അതേ വിജയ ശതമാനമാണ് സ്ത്രീകളുടേതും ഏകദേശം തുല്യമാണെന്നാണ് പറയുന്നത്. നമുക്ക് കേരളത്തിലത്തെ ഒരു കണക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ 1957 ആദ്യ നിയമസഭ 9 സ്ത്രീകളാണ് മത്സരിച്ചത്. അതിൽ 6 പേര് ജയിച്ചു. അപ്പോൾ വിജയ ശതമാനം എത്രയാണ്? 67%. അന്ന് മത്സരിച്ചിട്ടുള്ള പുരുഷന്മാരുടെ എണ്ണം 391 മറ്റോ ആണ്, 120ലേക്ക്. അതായത് 30% ഇതിൻ്റെ ശതമാനം വരുന്നത്.
അവർ ജയിക്കുന്നതിൻ്റെ ശതമാനം വരുന്നത്. അത്ര വലിയ ഡിസ്പാരിറ്റി ആയിരുന്നു അന്ന്. ഇപ്പം നോക്ക്, ഇപ്പം ഈ 2021 ഇപ്പം നമ്മുടെ നിലവിലുള്ള നിയമസഭയിലേക്ക് CPIയിൽ നിന്ന് 2 പേരും CPMൽ നിന്ന് 12 പേരും, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ 12 പേര് CPMകാരുണ്ടായിരുന്നതിൽ നിന്ന് 9 പേര് ജയിച്ചു, 75%. 2 CPIക്കാർ മത്സരിച്ചത് 2 പേരും ജയിച്ചു, 100%. എന്നിട്ട് പറയും വിന്നബിലിറ്റി ഇല്ല എന്നുള്ളത്. അപ്പം വിന്നബിലിറ്റി എന്ന് പറയുന്നത് ഒരു നിർമ്മിതിയാണ് ശരിക്കും. അത് ഈ സ്ത്രീകളെ ഒഴിവാക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രം മാത്രം. ശരിക്ക് കണക്കുകൾ വെച്ചിട്ട് ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം ആ വനിതാ പാർലമെന്റിൽ തോമസ് ഐസക് പറഞ്ഞു വിന്നബിലിറ്റി ഇല്ലാന്ന്, ജയസാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് കൂടുതൽ ആൾക്കാരെ നിർത്താത്തതെന്ന്. എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിൽ? വെറുതെ പറയുന്നതാണ്. ഒരു കണക്ക് വേണ്ടേ അതിന്? നിങ്ങൾ ഇത്ര പേരെ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര പേര് വിജയിപ്പിച്ചെടുക്കാനാവും. ഇനി അത് മാത്രമല്ല, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ സ്ത്രീകളെ നിർത്തുന്നത് എവിടെയാണ്? ഇപ്പൊ നമുക്ക് ഈ സ്ഥാനാർത്ഥി പട്ടിക നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം എത്രയോ സ്ത്രീകളെ ജയിക്കില്ല എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിലാണ് നിർത്തിയിട്ടുള്ളത്. അവരാരും ജയിച്ചു വരാനുള്ളൊരു അതുകൊണ്ടാണ് നമ്മൾ ഇത്ര കൃത്യമായിട്ട് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും വോട്ട് കൊടുക്കണം, എല്ലാ സ്ത്രീകളെയും ജയിപ്പിച്ചെടുക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ഈ വിന്നബിലിറ്റി എന്ന് പറയുന്ന ഒരു നുണ പ്രചരിപ്പിച്ചിട്ടാണ് ഇവര് സ്ത്രീകളെ നിർത്തുന്നതിൽ നിന്ന് ഒഴിവാക്കുന്നത്. ഇനി നിർത്തിക്കഴിഞ്ഞാൽ എത്ര പേർക്കാണ് ഈ സ്ലട്ട് ഷെയിം അനുഭവിക്കേണ്ടി വരുന്നത്? ഇപ്പൊ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ പോലും 2026 ഈ തെരഞ്ഞെടുപ്പിൽ പോലും എത്രമാത്രം അതിന് പേരിൽ ഒരു മനുഷ്യനെതിരെ നടപടി ഉണ്ടാവുന്ന രീതിയിലേക്കൊക്കെ വന്നു. അപ്പം ഇങ്ങനത്തെ ഇപ്പം പല മണ്ഡലങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുന്ന കാഴ്ച. ഈ ജയലക്ഷ്മി മുൻ മന്ത്രിയാണ്, അവരിപ്പോ ഈയിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ? എൻ്റെ പാർട്ടിക്കാർ വീടാന്തരം കയറിയിട്ട് എനിക്ക് വോട്ട് ചെയ്യരുതെന്ന് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടും സ്ത്രീകൾ ജയിച്ചു വരുന്നുണ്ടെങ്കിൽ അവർ സൂപ്പർ ഹ്യൂമണാണ്, അവർ സാധാരണ മനുഷ്യരല്ല. അവര് മത്സരിക്കുന്നത് അവര് എതിർത്ത് ജയിച്ചു വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കൂട്ടം പ്രശ്നങ്ങളോടാണ്. അവരുടെ പാർട്ടിക്കാരവരെ തോൽപ്പിക്കും, മറ്റു പാർട്ടിക്കാരെ അവരെ പരമാവധി അപമാനിക്കും. അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ ഇതൊക്കെ നമ്മൾ പൊതു മീഡിയയിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇതല്ലാതെ ഉള്ളിൽ കൂടെ നടക്കുന്ന കാര്യങ്ങളുടെ കാര്യമാണ് ജയലക്ഷ്മി പറഞ്ഞത്. ഇത് ഒരാൾക്കോ രണ്ടാൾക്കോ സംഭവിച്ചിട്ടുള്ളതല്ല, ഇത് ഇവിടുത്തെ എല്ലാ സ്ത്രീ സ്ഥാനാർത്ഥികൾക്കും സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് വേണ്ടത്ര പിന്തുണ കൊടുക്കുകയും നല്ല സ്ഥാനാർത്ഥികളെ നിർത്തുക, അവർക്ക് നല്ല പിന്തുണ കൊടുക്കുക, അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുക, അവർക്ക് പിന്നിൽ ഈ പാർട്ടികളും മുന്നണികളും അണിനിരക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയും തോൽക്കില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഈ മുന്നണികളിൽ തന്നെ ഉണ്ടായിരുന്ന സ്ത്രീകൾ എങ്ങനെയാണ് തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനത്തിന്റെ ഈ ഒരു നിലപാടിനോട് പ്രതികരിച്ചത്? അത്തരത്തിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിരുന്നോ? കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഓപ്പൺ ഫോറം നടത്തിയല്ലോ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ഓപ്പൺ ഫോറം നടത്തി. അതിൻ്റെ മുമ്പ് പെൺ മെമ്മോറിയൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, പെൺ മെമ്മോറിയലിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിലുള്ള നമ്മൾ സമീപിച്ച എല്ലാ സ്ത്രീകളും പുരുഷന്മാരും അവർ മുന്നോട്ട് വന്ന് ശരിയാണല്ലോ നിങ്ങൾ പറയുന്നത്, എന്താണ് സംശയം എന്നാണ്. ഒരു ആൾ പോലും ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞിട്ടില്ല. കാര്യം അത്ര ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ആവശ്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അത് ഇത്തവണത്തെ നമ്മളുടെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം അത് തന്നെയാണ്. പലപ്പോഴും അവർക്ക് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല, പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല. കാര്യം പാർട്ടിയിൽ നിന്ന് ചോദ്യം വരും. അത് തുറന്നു പറയുന്ന എത്ര സ്ത്രീകളുണ്ടെന്നറിയോ? ഇപ്പോൾ പല സ്ത്രീകളും നമ്മുടെ ഓപ്പൺ ഫോറത്തിൽ വന്നിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഇടതുപക്ഷത്തിലുള്ള പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ പോലും ഉണ്ടെന്നുള്ളതാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ഈ അവരുടെ അഭിപ്രായങ്ങൾ പുറത്തു പറയുന്നതിന് ബുദ്ധിമുട്ടുള്ള, പൊതുവെ അവർക്ക് നിയന്ത്രണങ്ങൾ ഉള്ളത്. കോൺഗ്രസ്സുകാരൊക്കെ കുറെ കൂടി ആ കാര്യത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അവർ കുറെ കൂടി പുറത്തും കൂടി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഒട്ടേറെ സ്ത്രീകൾ തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളായിട്ടുള്ള ആൾക്കാർ എത്രയോ പേര് രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരാ, അതിന്റെ അനുഭാവികളായിട്ടുള്ള ആൾക്കാരാ. അവരൊക്കെ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു സംശയമില്ലാതെ അവർക്ക് പറയാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിനെ കൺസോൾഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരവസ്ഥ ഇപ്പോഴും രാഷ്ട്രീയമായിട്ട് നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സ്ത്രീകൾ പുറത്തു വരാത്തതും. അങ്ങനെ അവർക്ക് സ്വതന്ത്രമായിട്ടൊരു അഭിപ്രായം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ദിവസം അന്ന് സ്ത്രീകൾ 50% നമ്മുടെ നിയമസഭയിലുണ്ടാവും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സംവരണമുണ്ടല്ലോ സ്ത്രീകൾക്ക്. അത് മൊത്തത്തിൽ കേരള സമൂഹത്തിലും
സ്ത്രീകളുടെ തന്നെ ജീവിതത്തിലും, കേരളത്തിലെ സ്ത്രീകളുടെ തന്നെ ജീവിതത്തിലും ഉണ്ടാക്കിയ ഒരു മാറ്റത്തെ ഒന്ന് വിലയിരുത്താൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും തരത്തിലൊരു ഇടപെടലുകൾ അവിടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33% സംവരണം കൊണ്ടുവന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിൽ വലിയ ആശങ്കയായിരുന്നു. എവിടുന്ന് കിട്ടും ഈ സ്ത്രീകളെ? ചേന മുറിക്കുന്നിടത്തു നിന്നും കായ മുറിക്കുന്നിടത്തു നിന്നും ഒക്കെ ഇനി പെണ്ണുങ്ങളെ കൊണ്ടുവരണ്ടേ എന്ന് രാഷ്ട്രീയ നേതൃത്വത്തിൽപ്പെട്ടവർ പോലും പറയുന്ന ഒരു സമീപനം ഉണ്ടായി. ഒരു ആദ്യഘട്ടത്തിൽ അത്തരം ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. അവർ നേതൃസ്ഥാനത്തേക്ക് സ്ത്രീകളെ കൊണ്ടുവരാതിരിക്കുകയും അല്ലെങ്കിൽ അവർക്ക് വേണ്ട പങ്കാളിത്തം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കകത്ത് കൊടുക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായെങ്കിൽ അതുണ്ടായിട്ടുണ്ടാവാം. പക്ഷെ വളരെ പെട്ടെന്നാണ് സ്ത്രീകൾ അതിനെ മറികടന്നത്. ഇപ്പോൾ പലപ്പോഴും പറയും കാര്യശേഷിയുള്ള സ്ത്രീകൾ ഉണ്ടാവാത്തത് കൊണ്ട് എന്ന് പറയുമ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുള്ളത്, രാഷ്ട്രീയത്തിലേക്ക് സ്ത്രീകൾ വരാൻ തുടങ്ങിയത് എപ്പോഴാണ്? ഇന്ത്യയിലടക്കം വോട്ടവകാശം പോലും ഇല്ലാതിരുന്ന ഒരു വിഭാഗം സ്ത്രീകൾ, ഒരു വിഭാഗം നല്ല സ്ത്രീകൾക്ക് വോട്ടവകാശമേ ഇല്ലായിരുന്നു. ലോകത്താകമാനം വോട്ടവകാശമില്ല, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നിടത്ത് നിന്ന് ഒരു 100 കൊല്ലം കൊണ്ട്, 100 കൊല്ലം പോലും ആയില്ല, സ്ത്രീകൾ പൊതുരംഗത്തേക്ക്, വിദ്യാഭ്യാസം നേടുന്നതിലേക്ക്, രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നിട്ട് അത്രയും ഒരു 100 കൊല്ലത്തിന് ഇപ്പുറമാണ് സ്ത്രീകൾ വന്നത്. ആ സ്ത്രീകൾ ഓടിയെത്തിയതാണ്. ഒന്ന് നോക്കുക, ഏറ്റവും പിന്നിൽ ഇതിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗമാണ് ഇന്ന് ഈ പറയുന്ന പുരുഷനോടൊപ്പമോ അതിനു മേലെയോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതും സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നതും അധികാരം കൈയാളുന്നതും ഒക്കെ. അപ്പൊ ആ ഒരു ഇതിനെ കാണാതെ ഈ പറയുന്ന തരത്തിൽ പഞ്ചായത്ത് അത്തരം ശേഷിയുള്ളവരുണ്ടാവില്ല എന്നൊക്കെ പറയുന്ന ഒരു കള്ളത്തരമാണ്. തീർച്ചയായിട്ടും സ്ത്രീകൾ അധികാരത്തിൽ വന്നതോടുകൂടി പഞ്ചായത്തുകളിൽ അവർക്ക് അധികാരം കിട്ടിയതോടുകൂടി വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത്തരം ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഏതെങ്കിലും 1ഓ 2ഓ എടുത്ത് മാറ്റിക്കൊണ്ട് ഈ നമ്മളുടെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആളുകൾ ചോദിക്കലുണ്ട്, എവിടെ പഞ്ചായത്തിൽ സ്ത്രീകൾ വന്നിട്ട് എന്തുണ്ടായി എന്ന് ചോദിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അതൊരു വ്യാജ പ്രചരണം ആ രീതിയിലും ഉണ്ടാകുന്നുണ്ട്. വളരെ കാര്യക്ഷമതയുള്ള സ്ത്രീകളുണ്ട് അതുപോലെ തന്നെ. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിയമം നിർമ്മിക്കുന്നിടത്തല്ല ഈ സ്ത്രീകളുള്ളത്, ഇത് നടപ്പിലാക്കുന്നിടത്താണ്. അവർ വെറും നടത്തിപ്പുകാർ മാത്രമാണ്. ആ നടത്തിപ്പിന്റെ രംഗത്ത് അവർ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. അത്തരം ആൾക്കാർ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ, കുടിവെള്ളമായാലും മറ്റ് തരത്തിലുള്ള ഈ പ്രാദേശിക വികസനത്തിൻ്റെ കാര്യമായാലും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളായാലും അതിനെയൊക്കെ കാണുന്നതിനും സമീപിക്കുന്നതിനും അതിനെ പരിഹരിക്കുന്നതിനും അവർ നല്ല രീതിയിൽ തന്നെ മുന്നിട്ടിറങ്ങുന്നുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. പ്രളയത്തിന്റെ സമയത്ത് പ്രളയത്തിന്റെ സമയത്ത് സ്ത്രീ എത്ര കാര്യക്ഷമമായിട്ടാണ് അവർ ഈ ദൃശ്യമാധ്യമങ്ങൾ കാണുന്ന തരത്തിലല്ലാതെ പോലും വരുന്നത്. പ്രാദേശികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്ര കൃത്യമായിട്ടാണ് അവർ അതിനെ അഡ്രസ്സ് ചെയ്യുന്നത്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടുണ്ടാക്കുന്ന ഒരു വ്യാജ പ്രചരണമാണ് ഈ പറയുന്നത്. കോവിഡിന്റെ സമയത്തും ഒക്കെ അങ്ങനെ തന്നെയാണ്. കോവിഡിന്റെ സമയത്തൊക്കെ എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ വ്യാപ്തി ശരിക്കും നമ്മൾ പഠിക്കേണ്ടതാണ്. അവിടെയൊന്നും യാതൊരു തരത്തിലുള്ള ചാഞ്ചല്യവും ഇല്ലാതെ നല്ല ധൈര്യമായിട്ട് മുന്നിട്ടിറങ്ങിയിട്ട് അവർ എല്ലാ ആവശ്യങ്ങളെയും അവരുടെ പരമാവധി പരിഹരിച്ചു കൊടുക്കാനായിട്ട് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് അവർ ഭരണം നടത്തുന്നത്. നല്ല അസല് പ്രകടനം നടത്തുന്നവരാണ് എല്ലാവരും. അതിൽ ആത്മാർത്ഥതയും ഉണ്ട്, അത് നമുക്ക് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കാര്യമായിട്ടുള്ള യാതൊരു ആരോപണങ്ങളും അവർക്കെതിരെ വന്നിട്ടില്ല ഇത്രയും കാലം കഴിഞ്ഞിട്ടും. 1996 ആദ്യത്തെ ഇത് വന്നു. അതിനുശേഷം എത്ര വർഷം കഴിഞ്ഞു? ഇപ്പോൾ കാര്യമായിട്ടുള്ള ഒരു ആരോപണങ്ങൾ സ്ത്രീകളെ പറ്റി വന്നിട്ടില്ല. പക്ഷെ മറ്റൊരു സംഗതി ഉള്ളത്, ഈ പറയുന്ന വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തനം നടത്തുന്ന സ്ത്രീകളെ വീണ്ടും അതേസമയം ഒരു പുരുഷനാണെങ്കിൽ അവർക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ ഉണ്ടാവുകയും ഇവരെ അങ്ങനെ ഒരു സർവേ, ഒരു കണക്ക് നടത്തിയിട്ടുണ്ട് പലരും. അവരെയൊക്കെ പിന്നീട് 2ാമതോ 3ാമതോ അവരെ മത്സരിപ്പിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തും. കാരണം ഒരു പഞ്ചായത്തിൻ്റെ നടത്തിപ്പ് അവരത് പഠിച്ച് അത് പരിശീലിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ
സ്ത്രീകൾ ആ രീതിയിൽ കാര്യക്ഷമമാകുമ്പോൾ അവരെ വീണ്ടും മത്സര രംഗത്തേക്ക് കൊണ്ടുവരാതിരിക്കാൻ വളരെ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട് അത്തരം സ്ത്രീകളെ ഒതുക്കി മാറ്റിക്കളയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സ്ത്രീകൾ കുടുംബത്തിൻ്റെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബഹുഭൂരിപക്ഷം സ്ത്രീകളും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് അതേ ഇതിൽ തന്നെയാണ്. അതായത് എപ്പോഴും ഈ കാര്യക്ഷമതയെക്കുറിച്ച് പറയുമ്പോൾ ഇരട്ടി അധ്വാനം ചെയ്യുന്ന അല്ലെങ്കിൽ ഇരട്ടി ഉത്തരവാദിത്തങ്ങൾ എടുക്കുന്നവരെ നോക്കിയിട്ടാണ്. മറ്റേ ഒരു ഉത്തരവാദിത്തം മറ്റ് കുടുംബത്തിന്റെ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാത്തവരെ നോക്കിയിട്ടാണ് പറയുന്നത്, കണ്ടില്ലേ എന്നുള്ളത്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് വീട്ടിലെ പണികൾ മുഴുവൻ തീർത്ത് പഞ്ചായത്തിലെത്തി അവിടുത്തെ പണികൾ മുഴുവൻ ചെയ്ത് വൈകുന്നേരം 4 മണിക്ക് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും തിരിച്ചെത്തി വീണ്ടും പണി ചെയ്ത്, ഇതിനിടയ്ക്ക് ജനങ്ങളുടെ പലപ്പോഴും ഈ സ്ത്രീകൾ കുറെ കൂടി ആക്സസിബിൾ ആണെന്ന് പറയും ഈ പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ. കാര്യം അവരെപ്പോൾ വിളിച്ചാലും കിട്ടും. അവരൊരിക്കലും നോ പറയില്ല. എന്ത് കാര്യത്തിലായാലും ഇടപെടാൻ വേണ്ടി ശ്രമിക്കും, ഓടിയെത്തും. ഏത് പാതിരേക്കായാലും അവർ ആ ഫോൺ എടുക്കും. ഇങ്ങനെയുള്ള അത് കുറേ അധികം കാര്യങ്ങളിൽ സ്ത്രീകൾ കുറച്ചും കൂടി ജനങ്ങളോട് അടുത്ത് നിൽക്കുന്നവരാണെന്നുള്ളത് പല പഠനങ്ങളിലും കാണിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളെ ഒരു കാരണവശാലും അവർക്ക് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അവർക്ക് ആവശ്യമുള്ള പ്രോത്സാഹനം കൊടുത്താൽ, അവരെ അപമാനം കൊണ്ടും സ്ലഡ് ഷെയിം ചെയ്തിട്ടും ഒക്കെ ഒഴിവാക്കി നിർത്താതിരുന്നാൽ തീർച്ചയായിട്ടും അവർ 50% എത്താൻ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ഏത് മേഖലയിലും അധികാരത്തിലെത്തിക്കാൻ മടിച്ചു നിൽക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, സ്ത്രീകൾ പൊതു രാഷ്ട്രീയ രംഗത്തേക്കൊക്കെ വരുമ്പോൾ ഗാർഹികാടിമത്വത്തിൽ നിന്ന് അവർ മോചനം നേടും, ഗാർഹിക ഉത്തരവാദിത്വത്തിൽ നിന്ന് അത് മോചനം നേടും. അത് ഈ പുരുഷ മേധാവിത്വം ഭയക്കുന്നുണ്ട്. അതിന് പുറമേ പറയുന്നില്ലെങ്കിൽ പോലും അത് ഉണ്ട് എന്നുള്ളത് പലപ്പോഴും സ്വകാര്യ സംഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ആ ഒരു ഭയം കൂടിയാണ് സ്ത്രീകളെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിൽ നിന്ന് അവരെ മാറ്റുന്നത് അല്ലെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്നത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇതിൻ്റെ വേറൊരു വശമുണ്ട്. രാഷ്ട്രീയ പാർട്ടികളിൽ ഈ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? തീരുമാനം എടുക്കുന്ന കമ്മിറ്റികളിൽ എവിടെയും സ്ത്രീകൾ കാര്യമായിട്ടില്ല എന്നുള്ളതാണ്. പേരിന് മരുന്നിന് ഒരാളെ രണ്ടാളെയൊക്കെ വെക്കുന്നുണ്ടാവും. അതിപ്പോൾ കോൺഗ്രസിൻ്റെ മേൽക്കമ്മിറ്റികളിലായാലും CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിലായാലും അവിടുന്ന് ഇങ്ങോട്ടുള്ള എല്ലാ കമ്മിറ്റികളിലും നോക്കിക്കഴിഞ്ഞാലും സ്ത്രീകൾ ഇതേ അവസ്ഥയിലാണ്, അതിന്യൂനപക്ഷമാണ്. അവർക്ക് തീരുമാനം എടുക്കുന്നതിൽ പങ്കാളിത്തം ഇല്ല, അവർക്ക് സേ ഇല്ല. അവർക്ക് ഇനി അഥവാ ആരെങ്കിലും 1-2 ആൾക്കാരെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ പോലും അത് ഒരു പേരിന് എണ്ണ ഒപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രം. അവർക്ക് അവരുടെ ശബ്ദം ഉയർത്താൻ, കലക്റ്റീവായിട്ട് ശബ്ദം ഉയർത്താൻ, അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവരുടെ ഒരു നമ്പർ ഉണ്ടാവണ്ടേ? അതിനുള്ള ഒരു സാധാരണ ക്രിട്ടിക്കൽ മാസ് എന്ന് പറയുന്നൊരു ഇതുണ്ട്. അത് ഈ 33% എന്നുള്ള നമ്പറിലേക്കൊക്കെ വരുന്നതും അതുകൊണ്ടാണ്. ഒരു മിനിമം നമ്പർ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമാണ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഒരു കോസിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ നമ്പറാണ്. അതിപ്പം അത് പറയുമ്പോൾ ഈ എല്ലാ പാർട്ടികളുടെയും കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഇപ്പോൾ പ്രധാനപ്പെട്ട പാർട്ടികളുടെയൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്ത്രീകൾക്ക് റിസർവേഷൻ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഫലത്തിലില്ല. അത് അവിടെ തന്നെ നിൽക്കുകയാണ്. ഒരു 10%-ലും 12%-ലും ഒക്കെയാണ് പരമാവധി നിൽക്കുക. പലയിടത്തും സ്ത്രീകളേ ഇല്ല, 0യാണ്. അപ്പോൾ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നിയമത്തിൽ കൂടെ തന്നെ സ്ത്രീകളുടെ ഒരു മിനിമം പ്രാതിനിധ്യമെങ്കിലും ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലനിൽപ്പുണ്ടാവരുത്, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയരുത് എന്നുള്ള രീതിയിലുള്ള നിർമ്മാണങ്ങൾ ഉണ്ടാവേണ്ട ആവശ്യം ഇവിടെയാണ്. അപ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ടും പ്രാതിനിധ്യം കൂടും. നേരത്തെ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗ് വളരെ മെച്ചപ്പെട്ട രീതിയിൽ പ്രാതിനിധ്യം 2 സീറ്റുകളിൽ സ്ത്രീകളെ മത്സരിപ്പിക്കുന്നുണ്ട്. എന്നാൽ സമസ്ത ഇതിനെതിരെ കഴിഞ്ഞ ദിവസം വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ മതം അല്ലെങ്കിൽ കുടുംബം, സമുദായ സംഘടനകൾ, ഇത്തരത്തിൽ വ്യവസ്ഥാപിതമായ ആണധികാരം നിലനിൽക്കുന്ന സ്ഥാപനങ്ങളോട് ഈ കാര്യത്തിൽ, സ്ത്രീകളുടെ പ്രാതിനിധ്യ കാര്യത്തിൽ എത്തരത്തിലായിരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ പ്രസ്ഥാനത്തിന് സാധ്യമാവുക? അല്ലെങ്കിൽ ഇവരോടുള്ളൊരു നിലപാട് എന്താണ് പ്രസ്ഥാനത്തിൻ്റെ? 2026 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് 2 സ്ത്രീ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ സമസ്തയുടെ മുഷാവറ അംഗത്തിൻ്റെ ഒരു പ്രസ്താവന വളരെ ഖേദകരോ അല്ലെങ്കിൽ ലജ്ജാകരോ എന്നൊക്കെ പറയാം. ഒരു ആധുനിക സമൂഹത്തിൽ നിന്നുകൊണ്ട് പറയാൻ പാടില്ലാത്തതാണെന്ന് പറയുന്നത്. ഇതിനു മുമ്പ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിരുന്നു,
പഞ്ചായത്തിലെ സംവരണം വരുന്ന സമയത്ത് സ്ത്രീകൾ അധികാരത്തിൽ വരാൻ പാടില്ല, സ്ത്രീകളെ മത്സരിപ്പിക്കുന്നതിനെതിരായിട്ടുള്ള ഒരു നിലപാടെടുത്തു. അത് ഒരു പറച്ചിലായിട്ട് അതവിടെ പോവുകയും വനിതാ സംവരണം വരികയും സ്ത്രീ സംവരണത്തിലൂടെ പഞ്ചായത്തിൽ സ്ത്രീകൾ അധികാരത്തിൽ വരികയും മുസ്ലിം സ്ത്രീകളും ലീഗിലെ സ്ത്രീകളും മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അത് വീണ്ടും മറ്റൊരു തരത്തിൽ ആവർത്തിക്കുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അന്ന് പറഞ്ഞു സ്ത്രീകൾ അധികാരത്തിൽ വരാൻ പാടില്ല, ഇപ്പൊ അത് മാറ്റിയിട്ട് സംവരണം ഉണ്ടെങ്കിൽ അധികാരത്തിൽ വരെ. എത്ര ഒരു ബാലിശമായിട്ടുള്ള ന്യായമാണ് അത് എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു പുതിയ തലമുറ അതിനെ തള്ളിക്കളയുള്ളൂ തോന്നുന്നു. ഇപ്പോൾ മുസ്ലിം ലീഗിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന ഒരു യുവ തലമുറയുടെ പ്രതീകമാണ്. മാത്രമല്ല വളരെ ആർജവമുള്ള വളരെ ശക്തിയായ ഒരു സ്ത്രീയും കൂടിയാണ്. അവരെ തളർത്തിക്കളയുന്ന തരത്തിലുള്ള ഇത്തരം പ്രസ്താവനകൾ അതിനെ എങ്ങനെയായിരിക്കും ഈ പറയുന്ന മുസ്ലിം ലീഗ് അതിനെ എടുക്കുക എന്ന് എനിക്കറിയില്ല. കാരണം പലപ്പോഴും പല അഡ്ജസ്റ്റ്മെൻറ്റും വേണ്ടി വരുമല്ലോ. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം 1996 ആദ്യമായിട്ട് ഒരു മുസ്ലിം ലീഗിൽ നിന്നൊരു സ്ത്രീ മത്സര രംഗത്തേക്ക് വരുന്നത്, ഖമറുന്നിസാ അൻവർ. അവർ പരാജയപ്പെടുകയുണ്ടായി. പിന്നെ അതിനുശേഷം ഒരു 2021 നൂർബീന റഷീദ് മത്സരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ വലിയൊരു ഗ്യാപ്പുണ്ട്. ഈ 2026 2 സ്ത്രീ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച സമയത്ത് നൂർബീന റഷീദിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, വനിതാ ലീഗിനെ അവഗണിച്ചു എന്നുള്ളത്. അതവർ പറയുന്നതിൽ മറ്റ് ചില വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പോലും വനിതാ ലീഗിനെ അവഗണിച്ചു എന്ന് അവർ പറയുന്നത് അത് വളരെ പോസിറ്റീവാണ്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സ്ത്രീ സംഘടനകളുണ്ട്. അതിൽ ഒരു സ്ത്രീയും ജനാധിപത്യ മഹിളാ അസോസിയേഷനെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവഗണിച്ചു, അല്ലെങ്കിൽ പിന്നെ മഹിളാ കോൺഗ്രസിനെ അവഗണിച്ചു എന്ന് പറയാൻ അവരുടെ ഉള്ളിൽ അതുണ്ട്. അത് പറയാനുള്ള ഒരു ധൈര്യം ഇല്ലാത്തിടത്ത് മുസ്ലിം ലീഗിലെ ഒരു സ്ത്രീ അത് പറഞ്ഞു എന്നുള്ളത് വളരെ പോസിറ്റീവാണ്. അപ്പം മതങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു ഇസ്ലാം മതത്തിന്റെ ഈ പണ്ഡിതൻ, ഇവരല്ല ലീഗ്, ഇങ്ങനെയുള്ള ഈ പണ്ഡിതന്മാർ ഇത് പറയുന്നത് അതിനെ അവഗണിച്ച് തള്ളുകയാണ് ജനം ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാ മതസംഘടനകളുടെ ഉള്ളിലും ഇതുണ്ട്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടി ഈ NSSനെ ആയാലും SNDP ആയാലും ഇവരെയൊക്കെ കാണുന്ന, അല്ലെങ്കിൽ ജാതി തിരിച്ചിട്ട് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സമയത്തിന് എന്ത് പറഞ്ഞാലും ജാതി മതമൊക്കെ അവിടെ ഉണ്ട്. അവിടെ ഒന്നും ഒരു സ്ത്രീയുടെ പേര് ഉയർന്നു വരില്ല. അപ്പോഴൊക്കെ ഉയർന്നു വരുന്നത് പുരുഷ സ്ഥാനാർത്ഥികളുടേതായിരിക്കും. എന്ന് വെച്ചാൽ മതങ്ങൾക്കൊന്നും അതിൽ താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. മറ്റൊന്ന് കുടുംബവും അതേ രീതിയിൽ ഈ അധികാര രാഷ്ട്രീയത്തിലേക്ക് സ്ത്രീകൾ വരുന്നതിനെ ആ രീതിയിൽ കുടുംബങ്ങൾ എതിർക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ അതേസമയം ഈ ഒരു ഭയമുണ്ട്, കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഇല്ലാതായി പോവുക, അല്ലെങ്കിൽ അത് നിർവഹിക്കുന്നിടത്ത് വരുമോ എന്നുള്ളത്. ഇപ്പൊ ഞാൻ നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ അത് പറയുമ്പോൾ ഞാൻ അവരെ കൊച്ചാക്കാനോ അല്ലെങ്കിൽ അവരെ പിന്നെ വിഷമിപ്പിക്കാനോ നാണം കെടുത്താനോ ഒന്നുമല്ല പറയുന്നത്. ആ സമയത്ത് അവരുടെ ഈ കണ്ണൂരിലെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവരുടെ പങ്കാളി ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് അതായത് അടുത്ത ഇനി സ്ഥാനാർത്ഥി ആക്കരുത് അല്ലെങ്കിൽ മത്സരിപ്പിക്കരുത് എന്നൊരു നിർദ്ദേശം ഉണ്ടായി എന്നുള്ളത് അത് തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്നൊക്കെ പറയുന്നെങ്കിലും ആ ഒരു വിശദീകരണത്തിൽ പറയുന്നുണ്ട് മക്കളുടെ വേവലാതി അല്ലെങ്കിൽ മക്കളുടെ ടെൻഷൻ അതൊക്കെ കൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ പോലും അതിൽ വരുന്ന ഒന്ന് ആരാണ് തീരുമാനിക്കുന്നത്? തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കണോ വേണ്ടയോ എന്ന് ഞാനല്ല തീരുമാനിക്കുന്നത്, കുടുംബത്തിലെ പുരുഷനാണ് തീരുമാനിക്കുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണത്. അപ്പൊ ആ രീതിയിൽ മതവും ഈ കുടുംബവും ഒക്കെ ഇതിലൊരു പ്രധാന ഘടകമാണ്. അപ്പൊ പ്രത്യേകിച്ച് മതം, ആ മതത്തിൽ തന്നെ ഇസ്ലാം മതം അതൊരു തെറ്റായ, സ്ത്രീകൾ അധികാരത്തിൽ വരരുത് എന്നുള്ള ഒരു തെറ്റായ ധാരണ ഈ മതപണ്ഡിതന്മാരിൽ ചിലരുടെയൊക്കെ ഉള്ളിലിരിപ്പുണ്ട്. പക്ഷെ അതേസമയം ഈ ഉള്ളിലിരിപ്പിനെ മറികടന്നുകൊണ്ട്, അതായത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ അത് നടന്നേ പറ്റൂ. അപ്പൊ അത് നടക്കുന്നുണ്ട്, വരികയും ചെയ്യുന്നുണ്ട്. ഇവരത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരുപക്ഷെ നാളെ ഈ സമസ്തയുടെ തലപ്പത്ത് വരെ സ്ത്രീകൾ വരുന്ന ഒരവസ്ഥ ഉണ്ടാവുമായിരിക്കും. അതിനെ സഹിക്കാൻ കഴിയാത്ത ഈ വൃദ്ധ പണ്ഡിതന്മാർ എന്ന് മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ അതൊരു വലിയ പ്രശ്നമാണ്. തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയത്തിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം മാത്രമല്ല, അതിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളുണ്ട്, ബഹുജൻ സ്ത്രീകളുണ്ട്. അപ്പോൾ എന്താണ് ആ വിശാലമായ രാഷ്ട്രീയ ചിന്തയ്ക്ക് പിന്നിൽ?
ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന് ഈ ഇന്ത്യയിലെ ചരിത്രത്തിൽ ഒരേ ഒരു MLA മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയിൽ മൊത്തത്തിൽ 1998 ശബ്നം ബാനു എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയാണ് നിയമസഭയിലേക്ക് എത്തിയിട്ടുള്ള ഒരേ ഒരാൾ. അതിൻ്റെ മുമ്പില്ല, അതിന് ശേഷമില്ല. 2014 നാൽസ ജഡ്ജ്മെൻറ്റിലാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അവരുടെ വേറിട്ടിട്ടുള്ള ഒരു ജെൻഡർ സ്റ്റേറ്റസ് കിട്ടുന്നത്. പക്ഷെ അതങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനുശേഷം പോലും അവരുടെ കൃത്യമായിട്ടുള്ള കണക്കെടുപ്പ് നടത്താൻ അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരാനോ അവരുടെ ഐഡൻറ്റിറ്റിയിൽ ജീവിക്കാനോ അവർക്ക് അന്തസ്സായിട്ട് ജീവിക്കാനോ ഉള്ള യാതൊരു സാഹചര്യവും ഇന്നുമില്ല. അവരുടെ കണക്കെടുപ്പ് ഇന്നേവരെ നടത്തിയിട്ടില്ല. ഒരു സംസ്ഥാനത്തും രാജ്യത്താകമാനായാലും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള കാര്യമായ ചിന്തകളൊന്നും തന്നെ വന്നിട്ടില്ല. നമ്മൾ ഉന്നയിക്കുന്ന ഒരു കാര്യം, അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത്, ഈ ട്രാൻസ്ജെൻഡർ ആ സമൂഹത്തിന് തന്നെ അവരുടെ പ്രതിനിധികൾ ഒരിടത്തും ഇല്ല എന്നുള്ളതാണ്. പഞ്ചായത്തിൽ പോലും ഇല്ല. സ്ത്രീകൾക്ക് 50% സംവരണം ഉണ്ടെന്നുള്ളത് പറഞ്ഞല്ലോ. മിക്കവാറും സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോൾ 50% സംവരണമായി. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സംവരണം ഇല്ല. അതില്ലാത്തത് കൊണ്ട് തന്നെ വളരെ വളരെ അപൂർവമായിട്ട് മാത്രമാണ് അവർക്ക് മത്സരിക്കാൻ കഴിയുള്ളൂ. മത്സരിച്ചാൽ തന്നെ അവർക്ക് വിജയിക്കാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ അവിടെ പഞ്ചായത്ത് തലം മുതൽ നിയമനിർമ്മാണ സഭകൾ വരെ എല്ലായിടത്തും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സംവരണം ആവശ്യമുണ്ട്. അതിൻ്റെ തുടക്കം എന്നുള്ള നിലയ്ക്ക് നിയമനിർമ്മാണം നടക്കാത്ത ഒരു സാഹചര്യത്തിലാണ് കേരള നിയമസഭയിലേക്ക് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയെങ്കിലും വരണം ഇത്തവണ എന്ന് തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനം ആവശ്യപ്പെട്ടത്. 5 ഡിമാൻഡുകളിൽ ഒന്ന് അതാണ്. ഇനി അത് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കാര്യം അങ്ങനെ എല്ലാ സമുദായങ്ങളിലും പെട്ട സ്ത്രീകൾക്കും അവരുടെ ജനസംഖ്യാടിസ്ഥാനത്തിൽ പ്രാതിനിധ്യം ഉണ്ടാവേണ്ടതുണ്ട്. ഇതില്ലെങ്കിൽ സാധാരണ സ്ത്രീകൾ എന്നുള്ള ഒരു രീതിയിൽ മാത്രം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണ്? ഉന്നത ജാതിക്കാരായ അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള സ്വാധീന ശേഷിയുള്ള കുടുംബത്തിൽ മറ്റ് രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുള്ള ആൾക്കാരുള്ള അവിടങ്ങളിൽ നിന്ന് മാത്രം സ്ത്രീകൾ നിയമനിർമ്മാണ സഭകളിലേക്ക് എത്തുന്ന സാഹചര്യം വരും. കൃത്യമായിട്ടും അവിടെ പ്രത്യേകിച്ചും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സമുദായങ്ങൾക്ക് കൃത്യമായ സംവരണം ഉണ്ടാവേണ്ടതുണ്ട്. സംവരണത്തിൽ കൂടെ തന്നെ അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ 2023 പാസ്സാക്കിയിട്ടുള്ള നിയമത്തിൽ SC വിഭാഗങ്ങൾക്കുള്ള പൊതു സംവരണത്തിൽ സ്ത്രീകൾക്ക് 33% സംവരണം വേണം എന്ന് അവിടെ ആ നിയമത്തിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ST സംവരണത്തിനകത്തും ഈ 1/3 സ്ത്രീകൾക്ക് സംവരണം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഈ SC ST വിഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ നമ്പർ നോക്കണം. ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞെന്ന് തോന്നുന്നു. അതായത് 10% സംവരണമുണ്ട് SC വിഭാഗത്തിന്. SC വിഭാഗത്തിന് കേരള നിയമസഭയിൽ 10% സംവരണമുണ്ട്. അവരുടെ പോപ്പുലേഷൻ 9.1 പോപ്പുലേഷൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള സംവരണമാണ് അവർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ST വിഭാഗത്തിനും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവരിൽ നിന്ന് എത്ര സ്ത്രീകൾ നിയമസഭയിൽ എത്തിയിട്ടുണ്ടെന്ന് നോക്കൂ. ഇത്രയും കാലം കൊണ്ട് 70 വർഷങ്ങൾ കൊണ്ട് 11 SC സ്ത്രീകളാണ് എത്തിയിട്ടുള്ളത്. 14 നിയമസഭാംഗങ്ങൾ ഓരോ തവണയും വരുന്നുണ്ട്. 15x14 ആദ്യത്തെ ഘട്ടത്തിൽ മാത്രമാണ് 1-2 കുറവുള്ളത്. പൊതുവായിട്ടുള്ള സംവരണം ജെൻഡർ അടിസ്ഥാനത്തിലുള്ള പ്രാതിനിധ്യത്തെ ഒരു തരത്തിലും സഹായിക്കുന്നില്ല എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത്. 7-8 നിയമസഭകളിൽ ഒരൊറ്റ SC സ്ത്രീയും ഒരൊറ്റ ST സ്ത്രീയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. 2 ST സ്ത്രീകളാണ് ഇതേവരെ കേരള നിയമസഭയിൽ ഉണ്ടായിട്ടുള്ളത്. ആരും തന്നെ പാർലമെന്റിൽ എത്തിയിട്ടില്ല. അപ്പം ഈ പൊതുവായിട്ടുള്ള സംവരണം പോരാ, അതിനകത്തുള്ള സംവരണം എന്നുള്ളത് ആവശ്യമുണ്ട്. അതേപോലെ തന്നെയാണ് സ്ത്രീകൾക്ക് പൊതുവായിട്ട് സംവരണം ഉണ്ടായാൽ പോരാ, അതിനകത്ത് സാമുദായികമായിട്ടുള്ള സംവരണം കൂടി ഉണ്ടാവേണ്ടതുണ്ട്. ഇത് വളരെ പ്രധാനമായിട്ട്
കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം മാത്രമാണ് ജനാധിപത്യം എന്നുള്ളൊരു കാര്യം പൂർണ്ണമാവുള്ളൂ. അല്ലെങ്കിൽ ഏറ്റവും അധികാര സാധ്യതയുള്ള ആൾക്കാരിലേക്ക് വീണ്ടും സ്ത്രീകളായാൽ പോലും അധികാരം കേന്ദ്രീകരിക്കുന്നൊരു സംവിധാനം വരും. അത് ഒരു കാരണവശാലും ശരിയല്ലാത്തൊരു കാര്യമാണ്. ആ തരത്തിലും കൂടി നമ്മുടെ സമൂഹം മാറേണ്ടതുണ്ട്. സംവരണത്തിനുള്ളിലുള്ള സംവരണം ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാ വിഭാഗങ്ങളുടെയും എല്ലാ സമുദായങ്ങളുടെയും പ്രാതിനിധ്യം കൂടി, സ്ത്രീ പ്രാതിനിധ്യം കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന അതുപോലെ തന്നെ 27 സ്ത്രീകളും ജയിച്ച് കേരള നിയമസഭയിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി കേരളീയത്തോട് ഇത്രയും നേരം സംസാരിച്ചതിന്. അത് തന്നെയാണ് നമ്മളുടെയും ആഗ്രഹം.